രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനവുമായി ബന്ധപ്പെട്ട ഗായിക കെ.എസ്. ചിത്രയുടെ പ്രസ്താവന സമൂഹമാധ്യമങ്ങളിൽ ചർച്ചയാകുന്നു. വിവിധ കോണുകളിൽ നിന്നും ചിത്രയ്ക്ക് വിമർശനമുണ്ടായപ്പോൾ പിന്തുണയുമായി ഗായകൻ ജി വേണുഗോപാലും ശ്രീകുമാരൻ തമ്പിയും രംഗത്ത് വന്നു. അതേസമയം ചിത്രയുടെ പ്രസ്താവന വിവാദമാക്കേണ്ടതില്ല എന്നും വിശ്വാസവും അഭിപ്രായ സ്വാതന്ത്ര്യവും എല്ലാവർക്കുമുണ്ടെന്നും ചൂണ്ടിക്കാട്ടി രാഷ്ട്രീയ നേതൃത്വവും പിന്തുണ നൽകി. രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനം നാമം ജപിച്ചും വിളക്കു കൊളുത്തിയും ആചരിക്കണമെന്ന കെ.എസ്. ചിത്രയുടെ വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ വലിയ ചർച്ചയാകുകയാണ്. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. അയോധ്യയിൽ പ്രതിഷ്ഠാ ദിനം ജനുവരി 22 നടക്കുമ്പോൾ ഉച്ചയ്ക്ക് 12:20 ശ്രീരാമ ജയരാമ ജയ ജയ രാമ എന്ന രാമമന്ത്രം ജപിച്ചുകൊണ്ടിരിക്കണം എല്ലാവരും. അതുപോലെ വൈകുന്നേരം 5 തിരിയുള്ള വിളക്ക് വീടിൻ്റെ നാനാഭാഗത്തും തെളിയിക്കണം. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും പരിപൂർണമായിട്ടുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോക സമസ്ത സുഖിനോ ഭവന്തു. വീഡിയോ വൈറലായതോടെ ചിത്രയെ രൂക്ഷമായി വിമർശിച്ച് നിരവധി പേർ രംഗത്ത് വന്നു. ചിത്രയെ അപമാനിച്ചും ഒറ്റപ്പെടുത്തണമെന്നും ഇടത് സൈബർ കേന്ദ്രങ്ങളിൽ നിന്ന് അധിക്ഷേപമുണ്ടായി. ഇതോടെ ചിത്രയെ പിന്തുണച്ച് ഗായകൻ ജി വേണുഗോപാൽ രംഗത്ത് വന്നു. 50 വർഷമായി തനിക്ക് ചിത്രയെ അറിയാമെന്നും സംഗീതം, ഭക്തി, സാധന, സ്നേഹം എന്നതിനപ്പുറം മറ്റൊന്നും ചിന്താമണ്ഡലത്തിൽ ഇല്ല എന്നും വേണുഗോപാൽ പോസ്റ്റിട്ടു. ഇതോടെ വേണുഗോപാലിനെ വിമർശിച്ചും സൈബർ ആക്രമണമുണ്ടായി. എന്നാൽ ചിത്രയുടെ പ്രസ്താവന വിവാദമാക്കേണ്ടതില്ല എന്നും വിശ്വാസവും അഭിപ്രായ സ്വാതന്ത്ര്യവും എല്ലാവർക്കുമുണ്ടെന്നും സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ ചൂണ്ടിക്കാട്ടി. ചിത്രയ്ക്ക് നേരെ നടക്കുന്ന സൈബർ ആക്രമണം ഫാസിസമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പ്രതികരിച്ചു. എന്നാൽ ചിത്രയ്ക്ക് നേരെ നടക്കുന്നത് ഹൈന്ദവ വിശ്വാസികൾക്ക് നേരെയുള്ള അധിക്ഷേപമെന്ന് കേന്ദ്രമന്ത്രി വി. മുരളീധരൻ ആരോപിച്ചു. ക്രിസ്മസ് ആഘോഷിക്കുന്നതിൽ തെറ്റില്ല, റംസാൻ ആഘോഷിക്കുന്നതിൽ തെറ്റില്ല. രാമജന്മഭൂമിയിൽ ക്ഷേത്രം പണിയുമ്പോൾ ആ ക്ഷേത്രം പണിയുന്നതിൽ വിളക്ക് കൊളുത്താനും രാമനാമം ജപിക്കാനും പറയുന്നത് അങ്ങേയറ്റത്തെ അധിക്ഷേപാർഹമായിട്ടുള്ള കാര്യമാണ് എന്ന് ഈ പ്രചരണം നടത്തുന്ന ആളുകൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു ആസൂത്രിതമായിട്ടുള്ള ശ്രമമുണ്ട്. ചിത്രയെ ഒറ്റപ്പെടുത്തി ആക്രമണങ്ങൾ തുടരുമ്പോൾ ശ്രീകുമാരൻ തമ്പിയടക്കം സിനിമാ സാംസ്കാരിക രംഗത്ത് നിരവധി പേർ പിന്തുണച്ച് രംഗത്ത് വരികയാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.